ഫ്രാൻസിസ്കൻ ചൈതന്യം തുളുമ്പുന്ന ഒരു സെറാഫിക് വേദപാരംഗതനാണ് ബൊനവെഞ്ചർ. മധ്യ ഇറ്റലിയിൽ ബാഞ്ഞോ റേജിയോ എന്ന നഗരത്തിൽ 1221 ജോൺ പിഡൻസ, മേരി റിഞ്ഞലി എന്ന മാതാപിതാക്കന്മാരിൽ നിന്ന് ജോൺ ജനിച്ചു. 4 വയസ്സുള്ളപ്പോൾ കുട്ടിക്ക് കഠിനമായ ഒരു രോഗം പിടിപെട്ടു. അമ്മ ഫ്രാൻസിസ് അസീസിയെ സമീപിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടു. കുട്ടി പൂർണ്ണ സൗഖ്യം പ്രാപിച്ചു. വിശുദ്ധൻ പിന്നീട് കുട്ടിയെ കണ്ടപ്പോൾ സമാധിയിൽ ബൊനവെന്തുര, അതായത് ഉത്തമ ഭാഗ്യം എന്ന് വിളിച്ചു. അങ്ങനെ ബൊനവെന്തുര എന്ന പേരുണ്ടായി. 22-ാമത്തെ വയസ്സിൽ അദ്ദേഹം റോമായിൽ ഫ്രാൻസിസ്കൻ സഭാവസ്ത്രം സ്വീകരിച്ചു. 1257 തന്റെ സ്നേഹിതൻ തോമസ് അക്വീനാസിനോടൊപ്പം ഡോക്ടറേറ്റ് നേടി. വിശുദ്ധ തോമസ് അക്വീനാസ് ഒരിക്കൽ ബൊനവെന്തുരയെ സന്ദർശിച്ചപ്പോൾ ഈ ജ്ഞാനമൊക്കെ എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചു. ബൊനവെന്തുര കുരിശുരൂപം കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇതാണ് എൻ്റെ വിജ്ഞാനത്തിന്റെ ഉറവ. ഞാൻ ക്രൂശിതനായ യേശുക്രിസ്തുവിനെ മാത്രം പഠിക്കുന്നു. പൗരോഹിത്യത്തിന് വളരെ പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടെയാണ് ബൊനവെന്തുര ഒരുങ്ങിയത്. 35 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ സഭയുടെ ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ടുവെന്ന് കേട്ടപ്പോൾ ഭയവിഹ്വലനായി സാഷ്ടാംഗം വീണ് വളരെ കണ്ണുനീരോടുകൂടെ അനുഗ്രഹങ്ങൾക്കായി അപേക്ഷിച്ചു. ഒരിക്കൽ തോമസ് അക്വീനാസ് വന്നപ്പോൾ ബൊനവെന്തുര ഫ്രാൻസിസ് അസീസിയുടെ ജീവചരിത്രം എഴുതുന്നത് കണ്ടിട്ട് പറഞ്ഞു, ഒരു പുണ്യവാന്റെ ചരിത്രം വേറൊരു പുണ്യവാൻ എഴുതട്ടെ. 1265 യോർക്കിലെ ആർച്ച് ബിഷപ്പായി ബൊനവെന്തുരയെ നിയമിച്ചു. തന്നെ ആ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണമെന്ന് അദ്ദേഹം അപേക്ഷിച്ചു. അപ്പോൾ അദ്ദേഹത്തെ അൽബോനോയിലെ ബിഷപ്പും കാർഡിനലുമായി നിയമിച്ചുകൊണ്ടുള്ള കൽപ്പന കണ്ടു. പ്രതിനിധികൾ വഴി മാർപ്പാപ്പ കൊടുത്തയച്ചു. പേപ്പൽ പ്രതിനിധികൾ വന്നപ്പോൾ അദ്ദേഹം ഫ്ലോറൻസിനടുത്ത് മിഗൽ ആശ്രമത്തിൽ പാത്രങ്ങൾ കഴുകുകയായിരുന്നു. സ്ഥാനചിഹ്നങ്ങൾ അടുത്തു നിന്നിരുന്ന മരത്തിന്മേൽ തൂക്കിയിടാൻ നിർദ്ദേശിച്ചു. പാത്രം കഴുകി കഴിഞ്ഞ ശേഷം പേപ്പൽ പ്രതിനിധികളെ അദ്ദേഹം യഥോചിതം സ്വീകരിച്ചു. ലിയോൺസ് സൂനഹദോസിൽ 10-ാം ഗ്രിഗറി മാർപ്പാപ്പയുടെ വലതുവശത്തിരുന്ന് സൂനഹദോസ് നടപടികൾ പങ്കെടുത്തു. 1274 ജൂലൈ 15-ാം തീയതി പ്രഭാതത്തിൽ സൂനഹദോസിനിടയ്ക്ക് 53-ാമത്തെ വയസ്സിൽ ബൊനവെന്തുര നിര്യാതനായി. സുന്ദരങ്ങളായ അദ്ദേഹത്തിന്റെ കൃതികൾ വായിക്കുമ്പോൾ ഒരു യഥാർത്ഥ ഫ്രാൻസിസ്കനെ നാം അവയിൽ കണ്ടുമുട്ടുന്നു. അദ്ദേഹത്തെ കണ്ടുമുട്ടിയിരുന്നവരെല്ലാം അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നു.